ഹായ്, എല്ലാവർക്കും കല്ലറയുടെ കലവറയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബീഫ് റോസ്റ്റാണ്. ഒരു വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കുന്ന ഒരു ബീഫ് റോസ്റ്റാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇവിടെ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ബീഫ് കുക്കറിൽ വേവിക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ഈ കയ്യിലിരിക്കുന്ന തേങ്ങ എന്തിനാ? തേങ്ങ നമുക്ക് ഈ ബീഫിൽ ചേർക്കാനാണ്. അപ്പോൾ ഇത് പൊട്ടിച്ച് നമ്മൾ സാധാരണ നമ്മളെ ബീഫിൽ തേങ്ങയൊക്കെ അരിഞ്ഞ് ചേർക്കാറുണ്ടല്ലോ. ഇതങ്ങനെയല്ല, ഇത് വേറെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ചേർക്കാൻ പോകുന്നത്. നമുക്ക് ഒരുപാടൊന്നും പറഞ്ഞു നിൽക്കുന്നില്ല. നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക വേണം. സമയമില്ല, നിങ്ങളുടെ സമയം നമ്മൾ വഴി കളയുന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് നമുക്ക് ഈ ബീഫ് ഇടാം. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിന് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1 കിലോ ബീഫ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ബീഫിൽ തന്നെ ബീഫ് വേവാനുള്ള വെള്ളമൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ പകരം വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതിലേക്ക് ഇടാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ബീഫിനാവശ്യമായിട്ടുള്ള ഉപ്പ്, ആ ഉപ്പൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലാതെ നമ്മൾ മസാലയിൽ ഉപ്പ് ചേർക്കും. അപ്പോൾ ഇതിനാവശ്യമായ ഉപ്പ് കൂടെ ചേർത്തു. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില, ഇതിനാവശ്യമായ മഞ്ഞൾപ്പൊടി കൂടെ നമുക്കിതിലേക്ക് ഇപ്പോഴെ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ തേങ്ങയുണ്ട്. അപ്പോൾ വളരെ മുമ്പ് കാലത്തൊക്കെ ഈ തേങ്ങയുടെ ചിരട്ട നമ്മൾ ബീഫിനകത്ത് ഇട്ട് വേവിക്കാറുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ തേങ്ങ നല്ലതുപോലെ ചുരണ്ടിയിട്ടുണ്ട്. അന്ന് ചിരട്ടയാണ് ഇട്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ തേങ്ങയാണ് നല്ലതുപോലെ ചുരണ്ടി നമ്മൾ കഴുകി വെച്ചിരിക്കുകയാണ്. അപ്പം വന്നിട്ട് ഈ തേങ്ങ പൊട്ടിക്കുകയാണ്. പൊട്ടാനൊക്കെ വലിയ പാട്. അതിൻ്റെ വെള്ളം നമ്മൾ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീഫ് റോസ്റ്റിൽ നമ്മൾ തേങ്ങ ചേർക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ വേറെ തേങ്ങ എടുക്കുന്നില്ല. ഈ തേങ്ങ തന്നെയാണ് നമ്മൾ ഇളക്കാതെ നമ്മൾ ഈ ബീഫിൻ്റെ കൂടെ ഇടാനാണ് പരിപാടി. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബീഫ് നമ്മൾ മസാല പൊടികൾ, മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്തിരിക്കണം. അത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ തേങ്ങ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അതായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ തേങ്ങയുടെ ഇതിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. നമ്മൾ കുക്കർ അടയ്ക്കുകയാണ്. നമ്മൾ നല്ലതുപോലെ വെള്ളം തോർന്ന് പോയിട്ടില്ല. ചെറിയൊരു ജലാംശമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബീഫിൽ വെള്ളം ഉള്ളതിനാൽ ഇത് വളരെ പെട്ടെന്ന് ഇതിൽ നിന്ന് വെള്ളം ഊറി വരും. അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മൾ തീ കത്തിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ മാത്രമേ ആദ്യം കുറച്ച് സമയം തീ എരിക്കാവൂ. അപ്പോൾ കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ കത്തിച്ചതിന് ശേഷം അപ്പോൾ നമുക്ക് ഇതിൽ വെള്ളം ഊറി തുടങ്ങും. അപ്പോഴും നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ബീഫിൽ ഒരു 3 വിസിലോളം കേട്ടിട്ടുണ്ട്. കിട്ടത് എന്ത് കാണാം. നമുക്ക് ബീഫ് കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ വെന്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അല്ലേ, നല്ലതുപോലെ വെന്തിട്ടുണ്ട് ബീഫ്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങ ഇങ്ങെടുത്ത് മാറ്റണം. പിച്ചാത്തിയൊന്നും വേണ്ട, കണ്ടല്ലേ നമ്മളെ കൊപ്രയൊക്കെ ഇളകി വരുന്ന കണക്ക് പിന്നെ ഇളകി വന്നിട്ടുണ്ട്. ഇതും അതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാം. നല്ല ചൂടുണ്ട്. നമ്മൾ തിരിഞ്ഞിരുന്നതുകൊണ്ട് മുകൾ ഭാഗത്ത് മഞ്ഞൾപ്പൊടിയൊന്നും പിടിച്ചിട്ടില്ല. എന്നാലും അതിൻ്റെ ഒരു മണം ആ തേങ്ങയ്ക്ക് കാണുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ആ തേങ്ങ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. തേങ്ങയ്ക്ക് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ തേങ്ങയുടെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിയിട്ടുണ്ട്. അത് നമ്മൾ കടിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണം. നമുക്ക് ഈ തേങ്ങ ഇനി
അരിഞ്ഞെടുക്കാം. അരിഞ്ഞിട്ട് നമ്മൾ സാധാരണ ബീഫിലൊക്കെ ചേർക്കുന്ന കണക്ക് തന്നെ വറുത്ത് എടുക്കാം. അപ്പോൾ നമ്മളെ ബീഫ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ബീഫിൻ്റെ കൂടെ നമ്മുടെ ഇട്ടിരുന്ന തേങ്ങയും നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബീഫ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കടുവൊക്കെ ഒന്ന് ഇട്ട് നോക്കാം. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില, പുറത്തൊക്കെ തെറിക്കുന്നുണ്ട്. കുറച്ച് വറ്റൽ മുളക് ഉണക്കാം. അതിലേക്ക് നമ്മുടെ തേങ്ങ, നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന തേങ്ങ ഇവിടെ ഇട്ട് കൊടുക്കാം. പുറത്തുനിന്ന് ചെറിയ കാറ്റുണ്ട്. കാറ്റുള്ളത് കൊണ്ട് നമ്മുടെ ഗ്യാസ് നല്ലതുപോലെ ഫ്ലെയിം കിട്ടുന്നില്ല. അതാണൊരു താമസം. അപ്പോൾ തേങ്ങ ഒരുപാട് അങ്ങ് മൂത്ത് പോണ്ട. അപ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഒരു 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 5 പച്ചമുളക് 2ആയിട്ട് കീറിയതും അതുപോലെ തന്നെ ഒരു 2 തക്കാളിക്കയും കൂടെ നമുക്ക് ഇതിലേക്ക്, തക്കാളിപ്പഴം അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത്. നമ്മുടെ ഈ ബീഫ് റോസ്റ്റിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റാണ്. ബീഫ് ചേർത്തതിന് ശേഷമാണ് നമ്മൾ സവാള ചേർക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് നമുക്ക് അവസാനം കാണാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ ബീഫിലൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അല്പം മഞ്ഞൾപ്പൊടി മതി. മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി നല്ല കളറൊക്കെ കിട്ടുന്ന കാശ്മീരി ചില്ലിയുടെ പൊടിയൊക്കെ ചേർക്കാം. നല്ല എരിവൊക്കെ വേണ്ടേ, ഒരു 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ കുരുമുളകാണ് ഇതിൽ എരിവിനായിട്ട് കൂടുതൽ ചേർക്കാൻ പോകുന്നത്. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഒരു 1.5 സ്പൂണൊക്കെ മതി. ആ മല്ലിപ്പൊടി നമ്മൾ ചേർത്തതിന് ശേഷം നമുക്ക് ഈ പൊടികളെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിം ഇടുന്നതാണ് നല്ലത്. കാര്യം പൊടികളെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അടിയിലൊക്കെ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ പൊടിയുടെ നിറം ഒരു ചെറിയൊരു ബ്ലാക്ക് കളറിലത്തേക്ക് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ പൊടിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറി ഒരു ചെറിയ കളർ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. ഈ ഒരു ഡാർക്ക് റെഡിലേക്ക് മാറി. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമ്മളിതിലേക്ക് ചേർക്കുകയാണ്. ബീഫിൽ കണ്ട കറക്റ്റ് വേവാനുള്ള വെള്ളം ഉണ്ടായിരുന്നു, ഒരുപാട് വെള്ളമൊന്നുമില്ല. കാര്യം നമ്മളിത് റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഗ്രേവി ഒരുപാട് ആവശ്യമില്ലല്ലോ. നമ്മൾ ബീഫിലൊക്കെ കുക്കറിലൊക്കെ വെള്ളമൊക്കെ വെച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഒരുപാട് സമയം നമ്മൾ വറ്റിച്ചെടുക്കേണ്ടതായിട്ട് വരും. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. കുരുമുളക് പൊടി നമ്മൾ ബീഫിൽ ഒരല്പം ചേർത്തിട്ടുണ്ട്. ഇനി ബാക്കി എരിവിനും ആയിട്ട് നമ്മൾ കുരുമുളക് പൊടിയാണ് ഇതിൽ കൂടുതലായിട്ട് ചേർക്കുന്നത്. നമ്മൾ ഇനിയും ഒരു 1.25 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാല, ഒരുപാട് മസാലയൊന്നും ചേർക്കരുത്, അങ്ങനെ നമ്മുടെ ഇറച്ചിയുടെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോകും. ഒരല്പം മസാല, ഗരം മസാല മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ആ ബീഫിൻ്റെ യഥാർത്ഥ ആ ഒരു വെന്ത് വരുമ്പോൾ ഒരു ബീഫിന് രുചിയുണ്ടല്ലോ, ആ രുചി കിട്ടാനായിട്ട് നമ്മൾ ഇതിനൊക്കെ മസാല കുറച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ നല്ലതുപോലെ നമുക്ക് ഫ്രൈ ആയിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മളെ പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മളിതിലേക്ക് സവാള ചേർക്കാൻ പോകുന്നത്. അപ്പോൾ സവാള നമ്മൾക്കറിയാമല്ലോ, സവാള നമ്മൾ നല്ല ഗോൾഡൻ കളറിൽ വറുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സവാളയാണ് നമ്മൾ എടുത്തത്. ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. ആ സവാള നമുക്കിതിലേക്ക് ചേർക്കാം. സവാളയുണ്ട്, കറിവേപ്പിലയുണ്ട്. നമ്മൾ ബിരിയാണിക്കൊക്കെ വറുക്കുന്നത് പോലെ വറുത്താണ്. ആ കറിവേപ്പിലയും ആ വറുത്ത സവാളയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം.
നമ്മൾ സവാള അല്ലാതെ ചേർക്കുന്നതിനൊരു ടേസ്റ്റ്, ഇതുപോലെ വറുത്ത് ചേർക്കുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ വറുത്ത സവാള തന്നെ ഇവിടെ വറുത്ത് വെച്ചപ്പോഴത്തേക്കും നമ്മുടെ മക്കൾ തന്നെ കുറേ വാരി തിന്നളഞ്ഞു. അതിനൊരു പ്രത്യേക ടേസ്റ്റുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ കിട്ടും. ഇനി ഒരു അല്പസമയം നമുക്കിനി വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ മസാലയെല്ലാം പിടിച്ച് ഈ സവാളയെല്ലാം നല്ലതുപോലെ ഈ ബീഫുമായിട്ട് യോജിച്ച് കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് സമയം ചെറിയ തീയിൽ, ഏറ്റവും ലോ ഫ്ലെയിമിൽ നമുക്ക് കുറച്ച് സമയം കിട്ടായിരിക്കും. അപ്പോൾ അതിൽ ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചെറിയ തീയിലാണ് കിടക്കുന്നത്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നമ്മുടെ തനി നാടൻ ബീഫ് റോസ്റ്റ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ ഒരൊറ്റ ഐറ്റമേ ഉള്ളൂ. കുറച്ച് മല്ലിയില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില നമ്മൾ കഴുകി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആ മല്ലിയില കൂടെ നമുക്കിതിലേക്ക് ഇട്ടാൽ നമ്മുടെ ഇന്നത്തെ അടിപൊളി ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയായി. ഇതിൻ്റെ പണി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു ദിവസം ഒരു ബീഫ് വെച്ച് നോക്കണം. നിങ്ങൾ അതിൻ്റെ ടേസ്റ്റ് അറിയണമല്ലോ. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, നമ്മുടെ റെസിപ്പികൾ നിങ്ങൾ ഇതിനെ പരീക്ഷിച്ചും കൂടെ നോക്കണം. അതാണ് നമ്മുടെയും ഒരു വിജയം. എന്നിട്ട് നിങ്ങൾ പരീക്ഷിച്ച് അതിൻ്റെ റിസൾട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിട്ട് അത് വായിക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. അപ്പോൾ ഇതാ ഇന്നത്തെ ബീഫ് കണ്ടോളൂ, അടുത്ത് കണ്ടോളൂ. ഇതാ കണ്ടല്ലേ, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അതെന്തായാലും ഒരു പീസ് അങ്ങ് കഴിച്ചു നോക്കാനുള്ള പരിപാടിയാണ്. ആ പീസും അതിൻ്റെ ആ മസാലയൊക്കെ പിടിച്ച ആ ഒരു ഭാഗവും ആ ഒരു തേങ്ങാ കൊത്തിൻ്റെ പീസും എല്ലാം കൂടെ എടുത്തിട്ട് ഇതായിട്ട് പൊളി സാധനമാണ്. നമ്മുടെ വ്യൂവേഴ്സ് ഇത് കൃത്യമായിട്ടും ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കണം. പക്ക റിസൾട്ടാണ്, സൂപ്പർ സാധനം. ബീഫ് സത്യം പറഞ്ഞാൽ ഒരിക്കൽ ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതുപോലെ, ഒരിക്കലേ കഴിച്ചിട്ടുള്ളൂ. ഒരിക്കൽ കഴിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ആശാൻ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഒരു ദിവസം നമ്മുടെ ഒരു കല്യാണ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അപ്പോൾ ഒരുപാട് പണിയുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം ഈ സവാള വഴറ്റാനൊക്കെ താമസം വരുമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇതുപോലെ ഒരു മെത്തേഡ് ഇങ്ങനെ ബിരിയാണിക്കൊക്കെ സവാള വറുത്ത കൂട്ടത്തിൽ കറിക്കുള്ള സവാളയും കൂടെ വറുത്ത് വെച്ചിട്ട് പിറ്റേന്ന് വെച്ചു. ആ ബീഫ് ഫ്രൈ ബീഫ് റോസ്റ്റ് എന്താണ് ടേസ്റ്റ് ആണെന്ന് അറിയാമോ? ആ ഒരു മെത്തേഡാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിൽ വ്യത്യസ്തമായിട്ട് പിന്നെ ചെയ്തതെന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ആ തേങ്ങ അതിനകത്തൂടെ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. ആ തേങ്ങയ്ക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരാം. സ്നേഹപൂർവ്വം കല്ലറയുടെ കലവറ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ മക്കളുമായിട്ട് കഴിക്കുന്ന ഒരു കുഞ്ഞു സീനൂടെ ഉണ്ട്, അവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഓക്കെ. അയ്യോ, അപ്പോൾ നമുക്കിന്ന് പെരുന്നാളായിട്ട് നമ്മുടെ അയൽവാസി നമ്മുടെ മകൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് അവർ ഫുഡൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പാവനെ പറ. ഇതാണ് യാസർ എന്താണിത്? ബിരിയാണിയാണ്, കണ്ടല്ലേ? ബിരിയാണിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യാൻ നോക്കുന്ന സമയമായപ്പോഴാണ് യാസർ എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും യാസറിന് കൊടുത്ത് നമ്മൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മളൊന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് സ്പെഷ്യൽ ഒരു ബീഫ് റോസ്റ്റാണ്. കഴിക്കാം. അല്ലെങ്കിൽ ഇതിൽ തന്നെ തരാം. ഇതിൽ തേങ്ങാക്കൊത്തൊക്കെ കയറിയിട്ടുണ്ടോ എന്തോ. ഇതാ എല്ലാം കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ എടുക്കണം. അതിൻ്റെ തേങ്ങാ പീസ് കൂടെ ചേർത്ത് കഴിച്ചിട്ട് വേണം അതിൻ്റെ റിസൾട്ട് പറയാനായിട്ട്. നമ്മളൊരു പുതിയ ഐറ്റം ബീഫ് റോസ്റ്റ് ഒരു പ്രത്യേക മോഡലിൽ നമ്മൾ റെഡിയാക്കിയതാണ്. എങ്ങനെയുണ്ടെന്നുള്ള റിസൾട്ട് നമുക്ക് ആദ്യമായിട്ട് നമ്മൾ എന്നും സോമേണ്ണനും നമ്മളെ മക്കളുമാണ് കഴിക്കുന്നത്. പൊളി സാധനം, ഇഷ്ടപ്പെട്ടു.